ഞായറാഴ്ച ആയതുകൊണ്ട് പ്രത്യേകിച്ചൊരു പണിയില്ലാതെ ഇങ്ങനെ വക്ക് പൊട്ടി നിൽക്കുന്ന സമയത്താണ് ചങ്ക് അലി ടി കെയുടെ ഫോൺ കോള്. അല്ലടോ, നമ്മുടെ അനീൻ്റെ കുട്ടിക്ക് അനുഗ്രഹ സിനിമാസിൻ്റെ പേരിലൊരു മൊമെൻറ്റോ കൊടുക്കണ്ടേന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, ഞാനും മനീഷും നേരെ ടൗണിലേക്ക്. ദേവനന്ദയ്ക്ക് നാഷണൽ സ്പോർട്സ് യോഗ ചാമ്പ്യൻഷിപ്പിൽ ജൂനിയർ കാറ്റഗറിയിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. കൂട്ടത്തിൽ കുഴപ്പമില്ലാന്ന് തോന്നിയ ഒരുത്തനെ ഞങ്ങളങ്ങ് പൊക്കി. പേരൊക്കെ എഴുതി ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട്. നമ്മുടെ ഷാജേട്ടനും മനീഷും കൂടി അനീനെ വിളിച്ചു നോക്കുന്നുണ്ട്. ആള് വീട്ടിലുണ്ടോയെന്ന് അറിയണമല്ലോ. ഗ്രൂപ്പിലെ സീനിയറായിട്ടുള്ള നാരായണേട്ടനാട്ടോ മെമൻറ്റോ കൊടുക്കുന്നത്. പ്രമോദൊക്കെ ഫുള്ള് സെറ്റാണ്. ആള് വീട്ടിലുണ്ട് കേട്ടോ. അപ്പം നമ്മൾ നേരെ ദേവനന്ദയുടെ വീട്ടിലേക്ക്. അങ്ങനെ നമ്മൾ ദേവട്ടിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ വിളിച്ചപ്പോൾ അവർ പുറത്തോട്ട് ഇങ്ങോട്ട് ഇറങ്ങാൻ നിൽക്കുകയാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് പിന്നെ ഇപ്പം തന്നെ ഇറങ്ങല്ല, ഒരാൾ കാണാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ എന്തിനാണെന്നോ അല്ലെങ്കിൽ എത്ര ആളുണ്ടോ ഒന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പ്രതീക്ഷിക്കാതെ ഞങ്ങളെല്ലാവരെയും ഒരുമിച്ച് കണ്ടപ്പോൾ അനി ചെറുതായിട്ടൊന്ന് ചമ്മിയെങ്കിലും ആൾ പെട്ടെന്ന് സെറ്റായി. അങ്ങനെ നമ്മൾ കാത്തിരുന്ന ആൾ എത്തിയിട്ടുണ്ട്. ദേവട്ടി നമ്മളെല്ലാവരും കണ്ടപ്പോൾ നല്ല ഹാപ്പി ആയിട്ടാണ്. സത്യം പറഞ്ഞാൽ ഈ കുട്ടികളെ ഈ കഴിവുകളെ നമ്മളെപ്പോഴും പ്രോത്സാഹിപ്പിക്കണം. അപ്പോഴേ അവർക്ക് മുന്നോട്ട് പോകാനൊരു പ്രചോദനം ഉണ്ടാവുള്ളൂ. അങ്ങനെ ദേവട്ടി മെഡലൊക്കെ ഇട്ട് ഫുള്ള് സെറ്റായി വന്നിട്ടുണ്ട്. പിന്നെ ഒട്ടും വൈകാതെ ഞങ്ങൾ ചടങ്ങിലേക്ക് കടന്നു. ദേവട്ടി ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ ഇറങ്ങവേ ദേവട്ടിയും ഫാമിലിയും ഹാപ്പി. ഇന്ന് നല്ലൊരു കാര്യം ചെയ്യാൻ പറ്റിയതിൽ ഞങ്ങളും ഹാപ്പി.